ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ബന്ധുവോ സുഹൃത്തോ നിങ്ങളെ എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന സമയം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം കൃത്യമായിട്ട് വീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടായിരിക്കും ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, കൃത്യമായിട്ട് ഇന്ന് ഇതേപോലെ തന്നെ ഏകദേശം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 75ഓളം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തുചേർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പൊ ഒരു വലിയൊരു ബിസിനസ് പ്ലാനിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവിടുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ആദ്യം കൃത്യമായിട്ട് നിങ്ങൾ സൂം ഉപയോഗിച്ച് ഇത് കാണുന്ന സമയത്ത് കൃത്യമായിട്ട് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം വെച്ചാൽ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും അഭാവം മൂലം ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ആ ശ്രദ്ധ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായി നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. മാത്രമല്ല ഒരു ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വാഹനം ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം വീക്ഷിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന വ്യക്തികൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡ്രസ് കോഡ്, പ്രോപ്പർ ഡ്രസ് കോഡിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് വീക്ഷിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളെ ഈ ഒരു അവസരം, ഇവിടുന്ന് എന്താണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കാൻ പോകുന്നത്. അപ്പൊ കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് എന്തായാലും നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ബന്ധുവോ സുഹൃത്തോ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിളിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പോൾ തന്നെ കൃത്യമായിട്ട് ഈ സമയത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സമയം നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ദൈവത്തിൽ കൃത്യമായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്ലീസ് ഓൾ. ഓക്കെ, താങ്ക് യു ഓൾ. യെസ്, അപ്പൊ കൃത്യമായിട്ട് നിങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് നല്ല രീതിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അത്തരത്തിൽ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇന്ന് ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി വളരെ ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വത്തിന് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. പല തിരക്കുകൾ ഉണ്ടായിട്ടും അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇന്ന് ഇവിടെ അവൈലബിൾ ആണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഒരു സാധാരണ ആക്സി മെക്കാനിക് ആയിരിക്കും, വിദേശത്തും എന്താണ് നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് ഒരുപാട് വർക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു അവസരം കൈ കിട്ടി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത കാരണം കൊണ്ട് തന്നെ വലിയ രീതിയിൽ അച്ചീവ്മെന്റുകൾ ഉണ്ടായിക്കൊണ്ട് ഇന്ന് കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് മാറിയിട്ടുള്ള, കാരണം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റസാഖ് സാറെ ഞാൻ ഈ ഒരു പ്രൊജക്ട് പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം അബ്ദുൾ റസാഖ് സാർ. നല്ല നിറഞ്ഞൊരു കയ്യടി എന്ത് ചെയ്യാം നമുക്ക് നൽകാം, കയ്യടിയും വാട്സാപ്പിലൊക്കെ എന്ത് ചെയ്യാം അദ്ദേഹത്തിന് നൽകാം. അബ്ദുൾ റസാഖ് പ്ലീസ് സാർ. ഓക്കെ, യെസ്, ഓക്കെ. താങ്ക് യു ഹരിദാസ് സർ, താങ്ക് യു സോ മച്ച്. സർ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. പേര് അബ്ദുൾ റസാഖ്. നമുക്കറിയാൻ പറ്റും നമ്മൾ പല തിരക്കുകളും മാറ്റിവെച്ച് ഇന്ന് ഈ ഒരു അവസരം കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യക്കാരാണ്. സോ ആവശ്യക്കാരനായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഇന്നിവിടെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ സ്ലൈഡിന്റെ സഹായത്തോടെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതില് സ്ലൈഡ് ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം സഹായകരമായിരിക്കും. സോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അടുക്കാണ്. വിവ ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഏവരും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാൻ പറ്റും ഇവിടെ നമ്മുടെ ഒരു എക്കണോമിക് സർവേ പ്രകാരം നമുക്ക് 1960 കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് വെറും 100 രൂപ മതിയായിരുന്നു. എന്നാൽ അത് 1980 കാലഘട്ടമായ സമയത്ത് 1000 രൂപയാവുകയും 2000 കാലഘട്ടം ആയ സമയത്ത് 10000 രൂപയും 2020 കാലഘട്ടം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. സോ ആ ഒരു സമയത്ത് നമുക്ക് മാന്യമായിട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. മാന്യമായിട്ട് നമുക്കറിയാൻ പറ്റൊരു വാഹനത്തിന്റെ EMI, ഒരു ഹൗസ് ലോൺ, എന്തേലും ആയിക്കോട്ടെ, നമുക്കിപ്പോ മാന്യമായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ 1 ലക്ഷം ആണ് പറയുന്നുണ്ടെങ്കിൽ എല്ലാ 20 വർഷം കൂടുമ്പോഴും
അതിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. എന്നാൽ എനിക്കിന്ന് 30,000 അല്ലെങ്കിൽ 50,000 മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ 20 വർഷം കഴിയുന്ന സമയത്ത്, അതായത് 2040 കാലഘട്ടം ആവുന്ന സമയത്ത് ഏകദേശം 10 ലക്ഷം രൂപ മന്ത്ലി നമുക്ക് ചെലവായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ അതിലേക്ക് നമുക്ക് എങ്ങനെ മാറാന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയിട്ട് തന്നെ നമുക്കറിയാൻ പറ്റും, എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ എന്ന് സംഭവിച്ചിടത്തോളം മോസ്റ്റ് റിവാർഡിംഗ് ആണ്. മോസ്റ്റ് റിവാർഡിംഗ്, ബി യുവർ ഓൺ ബോസ് ആണ്. നമുക്ക് നമ്മൾ തന്നെ ആയിരിക്കും ബോസ്. ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ടൈം അനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ അറിയാം, ഒരു എന്റർപ്രണർ ആവണമെന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ബിസിനസ്മാൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വേണ്ട വിഷയമാണ് ക്യാപിറ്റൽ. വലിയൊരു മൂലധനം നമുക്ക് ആവശ്യമാണ്. ക്യാഷ് അത്യാവശ്യം നമുക്ക് ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഐഡിയ. നല്ലൊരു ഐഡിയ നമുക്കുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്കറിയാം, നമ്മൾ ബിസിനസ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ക്യാഷ് നമുക്ക് അതിനെ ഇറക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന 21st സെഞ്ചുറി ബിസിനസ്സസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ സൊമാറ്റോ, ഓല, ഓയോ, അല്ലെങ്കിൽ നമുക്കറിയാം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ക്യാപിറ്റൽ അല്ല പ്രധാനം, നമുക്ക് നല്ലൊരു ഐഡിയ ആണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്. നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് 1+1+1 = 3 എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് പുതിയൊരു സിനർജി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താണ്. 1+1+1 = 111. ഒരു 111 എന്ന് പറയുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽപ്പെട്ട 1 എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണ്. എന്താണ് ഹെൽത്ത് നമുക്ക് നന്നായിട്ട് അറിയാം. ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ലാബുകൾ ആയിക്കോട്ടെ, മെഡിക്കൽ മേഖലയിൽ എല്ലാം ഹെൽത്ത് കാറ്റഗറിയിൽ പെടുന്നതാണ്. എന്നാൽ വെൽനസ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ കൊറോണ വന്ന സമയത്തൊക്കെ നമ്മൾ മാസ്ക് ധരിച്ചു, സാനിറ്റൈസർ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിംനേഷ്യങ്ങൾ വർദ്ധിക്കുന്നു, രാവിലെ നടക്കാൻ ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഈ വെൽനസ് എന്ന് പറയുന്ന മേഖലയുടെ സാധ്യത. ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണ് ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന. അതാണ് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്പർ 1. അതിൽ തന്നെ പെട്ട മറ്റൊരു 1 എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഡയറക്ട് സെല്ലിംഗ് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഇന്ന് പല ഷോപ്പുകളുടെ മുന്നിലും ബോർഡ് കാണാൻ പറ്റും, ഫാക്ടറി വിലക്ക് നിങ്ങൾക്ക് സാധനം സ്വന്തമാക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ കമ്പനിയിൽ നിന്നും, അതായത് ഫാക്ടറിയിൽ നിന്നും നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന രീതി. ആ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കിട്ടേണ്ട വലിയൊരു എമൗണ്ട് ആണ് അവിടെ നമുക്ക് മൈനസ് ചെയ്തിട്ട് വലിയൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലൂടെ നമുക്ക് സാധനം സ്വന്തമാക്കാൻ പറ്റുന്ന, അതാണ് ഏറ്റവും കൂടുതൽ ഇനി വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അടുത്തൊരു 1 എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 98 ആളുകളോട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്റർനെറ്റിന്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ്. കാരണം ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ ബിസിനസ്സിൽ ഇന്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ നിന്നും ഔട്ട് ആവും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കടലക്കച്ചവടം ആയിക്കോട്ടെ, ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, ഒരു പെട്ടിക്കട ആയിക്കോട്ടെ, QR കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് സാധനം വാങ്ങാൻ ചിലപ്പോൾ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, അവരുടെ കച്ചവടം അവിടെ നഷ്ടമാവുന്ന ഒരു സിറ്റുവേഷൻ. സോ ഇന്റർനെറ്റ് ആണ് മറ്റൊരു മേഖല എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്കറിയാൻ പറ്റും, ഹെൽത്ത് ആൻഡ് വെൽനസും അതുപോലെ ഡയറക്ട് സെല്ലിങ്ങും അതുപോലെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. സോ 2014 ബാംഗ്ലൂർ ആസ്പദമാക്കിയിട്ടാണ് ഇന്ത്യയിലാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2014 ഏകദേശം ഇപ്പോ ഈ ഒരു വർഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇന്ന് ഉള്ളത്. എന്നാൽ ഇവിടെ 12 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഇൻഡസ് വിവ എന്ന് പറയുന്നത്. ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോ ആക്റ്റീവ്സ് എന്ന് പറയുന്ന ജപ്പാൻ ക്വാളിറ്റിയിലാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും എന്ത് ചെയ്യുന്നത്,
റിസർച്ചും ഡെവലപ്മെന്റും ചെയ്ത് കഴിഞ്ഞ് രംഗത്തിറങ്ങുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 5,50,000 യൂണിറ്റ് ആണ് ഓരോ മാസവും നമ്മുടെ പ്രോഡക്റ്റുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തല്ല ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ സർട്ടിഫിക്കേഷൻസും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കമ്പനി യൂസ് ചെയ്യുന്ന SAP എന്താണ് ഓപ്പറേറ്റീവ് ബിസിനസ് പ്രാക്ടീസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ്. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവാർഡ് എന്തൊക്കെയാണ് റെക്കഗ്നൈസേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് GST ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്നത്. എന്തുകൊണ്ടാണ്? GST അടക്കാത്ത ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ റെയ്ഡ് വരികയും അത് പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. എന്നാൽ ഇവിടെ എന്താ റെയ്ഡ് വരും എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? GST ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വന്ന് ഒരു അവാർഡ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു അവാർഡാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കമ്പനി എന്നുള്ള അവാർഡ് ഇവിടെ നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി റൺ ചെയ്യുന്നത് കർണാടകയിൽ ആയതുകൊണ്ട് തന്നെ സർ നെക്സ്റ്റ്. ഓക്കെ, സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചീഫ് മിനിസ്റ്റർ, കർണാടക ചീഫ് മിനിസ്റ്ററിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോണിപ്പുൾ ആയിട്ടുള്ള വെറും 5 പ്രോഡക്റ്റുകളാണ്. അതാണ് നമ്മുടെ ഈ കമ്പനിയുടെ പ്രൗഡ് എന്ന് പറയുന്നത്. ഒരുപാടില്ല, എന്താണ് 1000 കണക്കിനോ അല്ലെങ്കിൽ 2000 കണക്കിനോ പ്രോഡക്റ്റുകൾ നമുക്കില്ല, വെറും 5 പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ടാണ് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും മഹത്തായ ഒരു വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണ് പ്രോഡക്റ്റുകളുടെ ആശയം എന്ന് പറയുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അതായത് രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ, നമ്മളെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് മൊത്തം നമ്മുടെ ആയുസിന്റെ അവസാന ഭാഗം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൊത്തം ചെലവഴിക്കേണ്ടി വരും. എന്നാൽ പോലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ലൈഫ് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഹെൽത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ വില. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐപ്പൾസ് ആണ്. എന്താണ് ഐപ്പൾസ്? നാസ അവരുടെ ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് A10. ആ A10 എന്ന് പറയുന്ന പ്രോഡക്റ്റിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നതാണ് അസൈബറി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എന്നാൽ ഇവിടെ നാസ അവരുടെ ശാസ്ത്രജ്ഞന്മാർക്ക്, അതായത് ബഹിരാകാശത്തേക്ക് പോകുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഈ A10 ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഇന്നിവിടെ നമുക്കറിയാം അസൈബറി എന്ന് പറയുന്ന പ്രോഡക്റ്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ജീവിതശൈലിപരമായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മെല്ലെ അകറ്റാനും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് ജീവിക്കാനും വെൽനസ് ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് ജീവിക്കാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. 17 തരം ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ് ഈ ഐപ്പൾസ് എന്ന് പറയുന്നത്. രാവിലെ 30 ml വൈകിട്ട് 30 ml നമ്മൾ കൺസ്യൂം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏതൊരു പ്രായക്കാർക്കും, ചെറിയ കുട്ടികൾ മുതൽ ഏതൊരു പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു കൊച്ചു കേരളം എന്ന് പറയുന്നത് ഒരു ഡയബറ്റിക്കിന്റെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ പറയാൻ പറ്റും, പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഗുളിക ആയിക്കോട്ടെ ഇൻസുലിൻ ആയിക്കോട്ടെ മെല്ലെ നിർത്തി വെക്കാനും നമ്മൾ ശാരീരികമായിട്ട് വരുന്ന പ്രയാസങ്ങളെ ഈ പ്രമേഹം മൂലമുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ മെല്ലെ ഒഴിവാക്കാനും ഒരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സാൽസിറ്റാൽ എന്ന് പറയുന്നത്. അതാണ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത്. ഐ കോഫി 2 വേരിയന്റിൽ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് ബ്ലാക്ക് കോഫി, ഒന്ന് ക്രീമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. സോ രണ്ടും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഐ കോഫി എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഈ ഒരു സമൂഹത്തിൽ എന്താണ് ഒരു പൊണ്ണത്തടി അല്ലെങ്കിൽ വലിയൊരു ഓവർ വെയിറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അവർ പട്ടിണി കിടന്നിട്ടും കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, അവരുടെ വെയിറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്. അവിടെ നമുക്കിവിടെ നോക്കുന്നത് ഗുഡ് ഫാറ്റിനെ ഔട്ട് ചെയ്യാനും അതുപോലെ ബാഡ് ഫാറ്റിനെ ഔട്ട് ചെയ്യാനും ഗുഡ് ഫാറ്റിനെ നിലനിർത്താനും പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിം എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഒരു ചോക്ലേറ്റ് ബാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും ഒരു ഡിന്നർ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്കത് കഴിക്കാനും അതിലൂടെ നമുക്കൊരു വെയിറ്റ് ഹൈറ്റിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റിനെ മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിം പ്ലാറ്റമിസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്.
അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്. നമുക്ക് പേരിൽ തന്നെ അറിയാൻ പറ്റും, ഏഷ്യയിൽ തന്നെ അകത്ത് കഴിച്ചുകൊണ്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ലിവറിനെ എന്താ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന, ശുചീകരിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഒരു ഐഗ്ലോ എന്ന് പറയുന്നത്. ഈ ഐഗ്ലോയിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കാശ്മീരിലെ കുങ്കുമപ്പൂവാണ്. നമുക്കറിയാൻ പറ്റും, കാശ്മീരിലെ കുങ്കുമപ്പൂവ് എന്ന് പറയുന്നത് അകത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 7 ലെയറിലുള്ള സ്കിന്നുകളെ ഒന്ന് എന്താണ് മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്നത്. ഇത് 4 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ബോക്സിനകത്ത് 28 പീസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിന്നറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 15 മിനിറ്റിന് ശേഷമാണ് ഒരു ഐഗ്ലോ കഴിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐ കെയർ ആണ്. വെരി പ്രൗഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത്. കാരണം എന്റെ വീട്ടിലുള്ള, നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർക്കും പെങ്ങന്മാർക്കും 35 വയസ്സിന് ശേഷമുള്ള ലേഡീസുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. നമുക്ക് വരുന്ന പലതരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസിങ്, PCOD ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ആർത്തവവിരാമം, സ്ട്രെസ്, ഡിപ്രഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ഐ കെയർ എന്ന് പറയുന്നത്. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്, മഞ്ഞളിൽ നിന്നും വേർതിരിച്ചിട്ടുള്ള ഒരു കുർക്കുമിൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഒരു എനർജി ബൂസ്റ്റപ്പ്, അല്ലെങ്കിൽ നമുക്കൊരു എനർജി തരാൻ വേണ്ടി ഇത് നേവികൾക്ക് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐ ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു അവസരത്തിന്റെ ഭാഗമാകാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ നമുക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഐ ചാർജ്. നമുക്ക് ഇന്ന് ഇവിടെ അറിയാൻ പറ്റും, ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ കേട്ടു. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നുണ്ടാവുക. പക്ഷേ ഓസ്ട്രേലിയ മുതൽ USA വരെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഈ പ്രോഡക്റ്റുകൾ എത്തുകയും അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ ഇന്നിവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകളും ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ ഓക്കെ, നമുക്ക് ഇന്നിവിടെ അറിയാൻ പറ്റും, ഇടനിലക്കാരോ പരസ്യക്കാർക്കുമാണ് നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിന്റെ 70% പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്നിവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു റിച്ച് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. നമുക്കറിയാൻ പറ്റും, ഒരു പരസ്യം, ഒരു ബൂസ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ 70% അതിന്റെ പരസ്യക്കാരനായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർക്കോ വിരാട് കോഹ്ലിക്കോ ഒക്കെ ശമ്പളം നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, റിച്ച് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിച്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ആണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന പരസ്യക്കാരും ഇടനിലക്കാർക്കും പോകേണ്ട 70% 70% എന്താണ് പൈസ നമ്മുടെ ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ആളുകൾക്കും അത് ഒരുപോലെ വീതിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് ഫാക്ടറിയിൽ നിന്നും നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു രീതി. ഇന്നിവിടെ നമ്മൾ ഈ ഒരു പ്ലാൻ കേട്ടു. നമുക്ക് 3 രീതിയിൽ ഈ ഒരു അവസരം ഏറ്റെടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാം, അതിലൂടെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. 2, നമ്മൾ കഴിക്കുന്ന പ്രോഡക്റ്റിലൂടെ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനും ആ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിലൂടെ ഒരു പ്രോഡക്റ്റിൽ നിന്നും 500 രൂപ നമുക്ക് ഏൺ ചെയ്യാനും വേണ്ടി സാധിക്കും. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും എന്താണ്, ഒരു ദിവസ കൂലി എന്ന് പറയുന്ന 500 രൂപയാണ്. അത് നമുക്ക് ഒരു പ്രോഡക്റ്റിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ അമേസിംഗ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, ഇവിടെ ഒരു ബിസിനസ് ഓണർ ആവുന്നതിലൂടെ നമുക്ക് പ്രോഡക്റ്റുകൾ, ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാം, ഫ്രീ പ്രോഡക്റ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ നമുക്ക് പ്രോഡക്റ്റുകൾ ആളുകളിലേക്ക് കൊടുക്കുന്നതിലൂടെ 500 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറുന്ന, ലോകം മൊത്തം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ബിസിനസ് ഓണർ ആവുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഒരു VBOക്ക് മാത്രമേ അത് സാധ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതാണ് 3ാമത്തെ ഓപ്ഷൻ. ഒരു 12 പ്രോഡക്റ്റുകൾ എടുക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് ഈ ഒരു യുവ ബിസിനസ് ഓണർഷിപ്പ് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു 12 പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക്, നമുക്കറിയാം നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ്, നമുക്ക് അങ്കിൾ, ആന്റി ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് വെറും 12 പ്രോഡക്റ്റുകൾ ഒരു വ്യക്തികൾക്ക് 4 വീതം പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതിലൂടെ നമുക്കൊരു VBO എന്ന് പറയുന്ന ഒരു വലിയൊരു അവസരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അച്ചീവ് ചെയ്ത് അതിലൂടെ
വലിയ രീതിക്കുള്ള ഒരു ബിസിനസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം നമ്മുടെ കൂടെ 2 ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ 300 PV ഇവിടെ മാച്ച് ആയിക്കൊണ്ട് നമുക്ക് 2 പാർട്ട്നേഴ്സിലേക്ക് ഒരു അവസരം കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ വലിയൊരു ബിസിനസ് ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് അവസരത്തിലേക്ക് നമ്മൾ കടക്കാണ്. 2 വ്യക്തികൾ എന്ന് പറയുന്ന 2 ഫ്രാഞ്ചൈസിയാണ്. അതായത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രാഞ്ചൈസി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മൾ ഇന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിസ്സ ഹട്ട്, KFC അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ വലിയ മുടക്കുമുതലോ CCTV-യോ ആളുകൾക്ക് ശമ്പളമോ കൊടുക്കാതെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിലൂടെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മൾ ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫ്രാഞ്ചൈസി ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ നമുക്ക് ക്രിയേറ്റ് കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 600 GB-യും റൈറ്റ് ഓർഗനൈസേഷനിൽ 900 GB-യും നമുക്ക് മാച്ചായി വരുന്ന സമയത്ത് 300 GB നെക്സ്റ്റ് വീക്കിലേക്ക് ക്യാരി ഫോർവേഡ് ആവുകയും ആ വീക്കിൽ നമുക്ക് വരുമാനം, ഒരു ആഴ്ച വരുമാനം എന്ന് പറയുന്നത് 6000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. രണ്ടാമത്തെ വീക്കിൽ, രണ്ടാമത്തെ ഒരു ആഴ്ചയിൽ നമുക്ക് 2000 GB റൈറ്റിലും 1200 പ്ലസ് കഴിഞ്ഞ വീക്കിലെ 300 GB മാച്ച് ചെയ്യുന്ന സമയത്ത് 15000 രൂപ നമുക്ക് ആ വീക്ക് ലിങ്ക് ആയിട്ട് ഏൺ ചെയ്യാനും 500 GB നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ആക്കി മാറ്റാനും സാധിക്കുന്നു. ഇവിടെ 2500 GB-യും പ്ലസ് 500 GB കഴിഞ്ഞ വീക്കിലെ നമുക്ക് മാച്ച് ചെയ്തുകൊണ്ട് 3000 GB നമുക്ക് ഇവിടെ മാച്ച് ചെയ്യുന്ന സമയത്ത് 30000 രൂപ നമുക്ക് ഒരു വീക്കിൽ ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. 600 GB നെക്സ്റ്റ് വീക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ക്യാരി ഫോർവേഡ് ആയിട്ട് മാറ്റി വെക്കുന്നുണ്ടാവും കമ്പനി. ഓക്കെ, 500 GB അല്ലെങ്കിൽ 5000 GB മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ആഴ്ചത്തെ ഇൻകം എന്ന് പറയുന്നത് 50000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീക്ക് അതുപോലെ ഒരു 1-2 വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു 10000 GB-യും 10000 GB മാച്ച് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷം രൂപ ആഴ്ച വരുമാനമായിട്ടും, അതുപോലെ നമുക്ക് ഒരു വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നതിലൂടെ അതിന്റെ മാക്സിമം സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 25000 GB-യും റൈറ്റ് ഓർഗനൈസേഷനിൽ 25000 GB മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ആഴ്ചത്തെ വരുമാനം എന്ന് പറയുന്നത് 2,50,000 രൂപയാണ് ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2040 കാലഘട്ടം ആകുമ്പോഴത്തേക്കും നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ എന്ത് ചെയ്യാണ്, ക്രമാതീതമായി വർദ്ധിച്ച് ഒരു 10 ലക്ഷം എന്ന് പറയുന്ന ഒരു എമൗണ്ടിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ഈ ഒരു അവസരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയ 3-4 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാസം ഒരു 10 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നിങ്ങളെ ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ്, ഓക്കെ, ഇവിടെ ക്യാഷ് മാത്രമല്ല നമുക്ക് റിവാർഡുകളും ഒരുപാടുണ്ട്. നമുക്കറിയാൻ പറ്റും നമ്മുടെ സേഫ്റ്റി ആണ് കമ്പനി ഫസ്റ്റ് നോക്കുന്നത്. ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ 3ാമത് റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ 500 റാങ്ക് അച്ചീവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് എന്ത് ചെയ്യാണ്, കമ്പനി നൽകുവാണ്. സോ സ്റ്റാർ 1000 എന്ന് പറയുന്ന അതിനുശേഷം ഒരു ബിസിനസ് കാറ്റഗറിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് സ്റ്റാർ 1000 ആവാനും അതിലൂടെ ഗ്രാൻഡ് ഷെറാട്ടൺ ട്രിപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നു. അതിനുശേഷം ഒരു റൂബി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ തായ്ലാന്റ് എന്ന് പറയുന്ന ഒരു രാജ്യം സന്ദർശിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. എന്നാൽ പേൾ എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് നമുക്ക് മലേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം, അതുപോലെ എമറാൾഡ് ആവുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ സഫർ ആവുന്ന സമയത്ത് നമുക്ക് ദുബായ്, അതുപോലെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറയുന്ന 1 കോടിക്ക് മുകളിൽ നമുക്ക് വരുമാനം വാങ്ങുന്ന സമയത്ത് സിംഗപ്പൂർ ആൻഡ് സ്റ്റാർ ക്രൂസ് എന്ന് പറയുന്ന ആഡംബര കപ്പലിൽ നമുക്ക് വിത്ത് ഫാമിലി അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മൾ ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ ഡിയേഴ്സ്. ഓക്കെ, നമുക്കറിയാൻ പറ്റും ഈ ഒരു അവസരം നമ്മൾ ഇതിനു മുന്നേ കേട്ടതോ അല്ലെങ്കിൽ ഇതുപരമായിട്ട് നമ്മൾ പഠിച്ചിട്ടോ ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഇവിടെ BOM എന്ന് പറയുന്ന, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് BOM എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ കമ്പനി നൽകുന്നുണ്ടാവും. സോ അതിലൂടെ നമുക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം, ഈ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രാഞ്ചൈസി ആർക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. നമ്മൾ ഇന്നിവിടെ ഈ ഒരു അവസരം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഈ ഒരു അവസരത്തിലേക്ക്
എന്താണ് എത്തിച്ചിട്ടുള്ളത്. ആ വ്യക്തി അടങ്ങുന്ന വലിയൊരു ടീം, ഒരു കേരളം മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ടീം ജീവാനന്ദ് എന്ന് പറയുന്ന വലിയൊരു ടീം നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. രണ്ടാമത് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി നമുക്ക് പ്രൊഡക്റ്റുകളും അതുപോലെ വരുമാനവും എത്തിക്കുന്നുണ്ടാവും. നമുക്ക് അറിയാൻ പറ്റും ഏതൊരു ടീമും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കോച്ച് നിർബന്ധമായിട്ട് വേണം എന്ന് പറയുന്നത്. ഒരു 11 കളിക്കാർക്ക് 11 കോച്ചുകളല്ല, ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ ഒരു കോച്ചാണ് വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. ആ സിസ്റ്റം ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മുന്നോട്ട് നയിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു 3D സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ 3D സപ്പോർട്ട് ഉപയോഗിച്ച് ഇന്ന് ഈ ഒരു കമ്പനിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 101 ക്രോർപതീസ് ആണ് 2025 മാർച്ച് എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ മാത്രം മാസം 10 ലക്ഷം വാങ്ങുന്ന 23 ആളുകൾ നമുക്കിവിടെ ഈ ഒരു കമ്പനിയുടെ സക്സസ് സ്റ്റോറി പരിശോധിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. എന്നാൽ വെരി പ്രൗഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും 2025 ഇവിടെ അവസാനിക്കുന്ന സമയത്ത് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ടീം ജീവാനന്ദ്, ഞാൻ നേരത്തെ പറഞ്ഞു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടീം ജീവാനന്ദിൽ നമുക്ക് 12 അല്ല 15 ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ടീം ജീവാനന്ദിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നത്. സോ ഇന്ന് ഈ ഒരു കമ്പനിയുടെ ഭാഗമാവാൻ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഏതൊരു ഡിസിഷൻ നമ്മൾ എടുക്കുന്ന സമയത്താണ് നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു വിവാഹ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വിവാഹ ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഒരു വീക്ക് കൂടി നമുക്ക് മുന്നിലുണ്ട്. സോ ഒരു മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടി നമുക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രമാത്രം, നമ്മളെ ആരാണ് ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്നത്, ഈ ഒരു അവസരം കേൾപ്പിച്ചത്, അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് അതുപോലെ പാസ്ബുക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇവിടെ ഈ ഒരു വിവാ ബിസിനസ് നെക്സ്റ്റ് വിവാ ബിസിനസ് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവായില് ഒരു ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ജേർണി, വിവാ ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. സോ അച്ചീവ് സ്റ്റാർ ടുഡേ, നമുക്കൊരു സ്റ്റാർ ആയിട്ട് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷയമാണ്. സോ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ കേട്ടു. സോ അത് വ്യക്തമായി നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു പാർട്ടി ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സോ ഓവർ ടു MC ഹരിദാസ് സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു അബ്ദുൾ റസാഖ്. ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമ്പനി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നിറഞ്ഞൊരു കയ്യടി ഹാറ്റ്സിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് നൽകാം. യെസ്, താങ്ക് യു അബ്ദുൾ റസാഖ് സാർ. ഓക്കെ, അപ്പൊ എന്താണ് കമ്പനി എന്നുള്ളതും കമ്പനി എന്താണ് പരിചയപ്പെടുന്ന പ്രൊഡക്റ്റുകൾ എന്നുള്ളതും ഈ പ്രൊഡക്റ്റിന് ഈ ഒരു അവസരത്തിലൂടെ എത്രത്തോളം വരുമാനം ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രൊജക്ട് പ്രസന്റേഷനിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പല സംശയങ്ങൾ ഉണ്ടായിരിക്കും, ഇതൊക്കെ നേടിയെടുത്തിട്ടുള്ള വ്യക്തികളുണ്ടോ, അല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യകത എന്താണ്, ഈ കമ്പനി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഈ സംഭവം ചെയ്യുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പല സംശയങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കും. അത്തരം സംശയം ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഇന്ന് ഇതേപോലെ തന്നെ ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ക്ലോസിംഗ് സെക്ഷനിലൂടെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പല തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും ഇന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രവാസിയായിരിക്കെ ഈ ഒരു അവസരം ഏറ്റെടുത്ത സമയത്ത് കൃത്യമായിട്ട് എന്തു, അദ്ദേഹം സ്വന്തം വർക്കിനൊപ്പം ആദ്യം പാർട്ട് ടൈം ആയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു അവസരം ഏറ്റെടുത്തു. പക്ഷെ തന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് പ്രവാസ ജീവിതം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നാട്ടിൽ നിന്നുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണക്കാരനായി മാറിയിട്ടുള്ള ഇന്ന് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള നമ്മുടെ അബ്ദുൾ റസാഖ് സാർ, നമ്മുടെ പേൾ എക്സിക്യൂട്ടീവ് ലീഡറാണ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം തന്നെ ഞാൻ ഈ ഒരു ഈ പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അബ്ദുൾ റസാഖ് സാർ. Okay, thank you, sir. Thank you so much. Good evening. Good evening. Voice audible അല്ലേ സാറേ? Yes, okay, sir. ഹരിദാസ് സാർ വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അബ്ദുൾ റസാഖ്, സ്വദേശം കോഴിക്കോട് ജില്ലയിലാണ്. ഇപ്പോൾ ബിസിനസ് ആവശ്യാർത്ഥം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലാണ് ഇപ്പോൾ ഉള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. എത്രത്തോളം ആളുകൾ ഇതിനെക്കുറിച്ച്
വിശ്വസിച്ചു എന്നറിയില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം, നിങ്ങളുടെ ശ്രദ്ധ നമ്മളുടെ ഫ്യൂച്ചറിൽ, നമ്മുടെ സാധ്യതകളിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും മാന്യമായിട്ട് വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലികളിലൂടെ നമ്മൾ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാണ്. പക്ഷേ വർഷങ്ങൾ എത്ര പിന്നിട്ടു, ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ ഓടുന്നുണ്ട്. ഓട്ടത്തിന്റെ എല്ലാ വശങ്ങളും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ, ഇതേ ഓട്ടം വീണ്ടും ഓടിയാൽ എവിടെ എത്തുമെന്നുള്ളതും നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഏകദേശം പ്രവാസത്തിൽ 16 വർഷം ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ 16 വർഷവും അതിൽ 10 വർഷം സ്വന്തമായ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഓണറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മിൽ ഇന്ന് ഈ ഒരു സെഷനിൽ, ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു പ്രൊജക്റ്റ് കേൾക്കാൻ ഒരുപാട് പ്രവാസികൾ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു അവസരമാണ് ഒരു ബന്ധു, ഒരു സുഹൃത്ത് നമ്മിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ഒരു അവസരമായിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പല മേഖലകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല സ്വഭാവങ്ങളുമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇത് എന്നെ കൊണ്ട് സാധ്യമാണോ, അല്ലെങ്കിൽ ഇത് ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലക്ക് തടസ്സമാവുന്നില്ലേ, എങ്ങനെയാണ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുക? മൈ ഡിയർ ഫ്രണ്ട്സ്, അതിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം എന്താണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു പ്ലാൻ കേട്ട സമയത്ത് പലർക്കും പല സംശയങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. കാരണം പ്രൊഡക്റ്റ് കേട്ട സമയത്തും വിശ്വാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ ഇത്രയും വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്നാ പിന്നെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലല്ലോ. ശരിയാണ്. എന്നാ പിന്നെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ല. എല്ലാ ഡോക്ടേഴ്സിനും ഇതങ്ങ് സജസ്റ്റ് ചെയ്താൽ മതി. അലോപ്പതി എന്ന് പറയുന്ന ആ സംരംഭം പൂർണ്ണമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഇതങ്ങ് കൊടുത്താൽ മതി. എന്നാൽ എന്ത് ചെയ്യും? അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവാം. അതേപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു മേഖല ചെയ്താൽ മതിയല്ലോ, എന്നാൽ ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമല്ലോ എന്നൊരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇതുപോലത്തെ പല സംശയങ്ങളും നമുക്കുണ്ടാവാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ സാഹചര്യം എന്താണ്. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അവർ ഇന്ന് തൃപ്തരാണോ അല്ലേ? അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ അവർ ഇന്ന് തൃപ്തരാണോ അല്ലേ? ഇന്ന് വളർന്നു വരുന്ന മക്കളൊക്കെ എത്രയോ എഡ്യൂക്കേഷൻ അവർക്ക് ഉണ്ടായിട്ട് പോലും അവർ ഇഷ്ടപ്പെട്ട ജോലി അവർക്ക് കിട്ടുന്നില്ല. പ്രൈവറ്റ് മേഖലയിലും ഇല്ല, ഗവൺമെന്റ് സെക്ടറിലും ജോലി കൊടുക്കാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി നമ്മൾ നോക്കുക, 26ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുക. 2026ലേക്ക് കിടക്കുന്ന സമയത്ത് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പേടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? AI എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഈ AI സംവിധാനങ്ങൾ സമസ്ത മേഖലകളിലേക്കും കടന്നു വരലോടുകൂടെ 26, 27, 28 കാലയളവിൽ 2026, 27, 28 കാലയളവിൽ കൂട്ട പിരിച്ചുവിടലുകൾ നടക്കാൻ പോകുന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു AIക്കും തകർക്കാൻ കഴിയാത്ത ഒരു പ്ലാറ്റ്ഫോം, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേഖലയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് നമ്മുടെ മുമ്പിൽ എന്ത് ഓപ്ഷനാണുള്ളത്? നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ഇന്ന് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ജീവിച്ചു പോരുന്നുണ്ട്. അത് ഓരോരുത്തർക്കും അവർക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എൻ്റെ ഫാമിലിക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ
വരുമാനത്തിലാണ് നമ്മുടെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ബൈ ചാൻസ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൊല്ലം ജില്ലയിൽ ഒരു വാർത്ത നമ്മൾ കേട്ടു, തൊട്ടടുത്ത മാധ്യമത്തിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്. പ്രവാസത്തിൽ നിന്ന് എക്സിറ്റ് അടിച്ചു നാട്ടിൽ വന്ന് രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയെ വീട്ടിൽ കയറ്റാതെ ഡോറ് പൂട്ടിയിട്ട് കുടുംബം ഇറങ്ങിപ്പോയ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ തൊട്ടടുത്ത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കേട്ടതാണ് മൈ ഡിഫറൻസ്. ഇത് വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, പ്രവാസി എന്ന് പറയുന്നത് അവരുടെ ജീവിതം മറന്നുകൊണ്ട് മറ്റു പലർക്കും ജീവിതം നൽകുന്നവരാണ് ഒരു പ്രവാസി എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ടത് മൈ ഡിഫറൻസ്, ഇവിടെ വേണ്ടത് മുഴുവനും ഫണ്ടാണ്, വരുമാനമാണ് മുഴുവൻ ആളുകൾക്കും വേണ്ടത്. നമ്മളെ ഒന്നും ആർക്കും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ വരുമാനമുണ്ടെങ്കിൽ ആർക്കും നമ്മെ ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ പ്രവാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചു. ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സൂപ്പർ മാർക്കറ്റിലൂടെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എത്തിയത്. മൈ ഡിയർ ഫ്രണ്ട്സ്, 7-8 മാസം കൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് 1,12,000 രൂപ ക്രെഡിറ്റ് ആയപ്പോഴാണ് ഈ ഒരു മേഖലയുടെ ബ്യൂട്ടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അന്ന് ഞാൻ എൻ്റെ സൂപ്പർ മാർക്കറ്റ് വിറ്റു ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു അവസരമാണ്, ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെതായ തുടക്കത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ സഹിക്കാൻ റെഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ വലിയ ഒരു വോള്യം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇത് 21ാം നൂറ്റാണ്ടിലേക്ക് യോജിച്ച ഒരു ആശയം കൂടിയാണ്. കാരണം ഇന്ന് ഹോസ്പിറ്റലുകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോയാൽ അവർ വരാന്തയിൽ കിടക്കണം, ബെഡ് ഒഴിവില്ല, റൂം ഒഴിവില്ല, വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. ഇതാണ് ഇന്നത്തെ സത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലല്ലോ വേണ്ടത്. കാരണം ഏത് തരത്തിലുള്ള മെഡിസിനുകളും ഇന്ന് രോഗിയുടെ കയ്യിൽ എത്താനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ കഴിവുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും രോഗികൾക്ക് ഒരു കുറവും ഇന്ന് കാണുന്നില്ല. എന്താണ് ഇതിന്റെ കാരണങ്ങൾ? മറ്റൊന്നുമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിത ശൈലി കൊണ്ട് മാത്രമാണ്. നമ്മളുടെ ജീവിത ശൈലി നമുക്ക് ഒരിക്കലും ഇനി മാറ്റാൻ കഴിയില്ല. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അസമയത്തുള്ള ഭക്ഷണ രീതിയാണ്. ശരിയാണ്, അസമയത്തുള്ള ഭക്ഷണ രീതിയാണ്. കറക്റ്റ് ആയിട്ടുള്ള വിശ്രമം അവർക്ക് കിട്ടുന്നില്ല. വളരെ കുറഞ്ഞ സമയം മാത്രമേ അവർക്ക് വിശ്രമം കിട്ടുന്നുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം അവർക്ക് കിട്ടുന്നില്ല, വിശ്രമമില്ലാത്തൊരു സാഹചര്യത്തിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് അവർ രോഗത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് കിടക്കുന്നത്. അഥവാ നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഐപ്പൾസ്, നമ്മൾ ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ്. ഈ ഐപ്പൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, WHO പറയുന്നത് ഒരു മനുഷ്യന് 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്നതോ കംപ്ലീറ്റ് കെമിക്കലുകളാണ്. ഒരു പ്രവാസിക്ക് ടെൻഷൻ വിട്ടുമാറിയ സമയം ഇല്ല. അത് അനുഭവിച്ചവനാണ് ഞാൻ. അതേപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം, പ്രവാസി എന്നുള്ളതല്ല, മുഴുവൻ ആളുകളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പൊല്യൂട്ടഡ് ആണ്, ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു പൊല്യൂഷനാണ്, അതുപോലെ തന്നെ മാരക വിഷങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. ആ ശരീരം, ആ ബോഡി ഡിസോർഡർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെയാണ് ഒരു ഫുഡ് സപ്ലിമെന്റ് നാച്ചുറൽ ആയിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ആയുഷ് പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്, അഥവാ നമ്മുടെ ഐപ്പൾസ് 30 മില്ലി രാവിലെയും 30 മില്ലി വൈകുന്നേരവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞ 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ഫ്രൂട്ട് വെജിറ്റബിൾ കഴിച്ചാലുള്ള ഗുണം ഈ 30 മില്ലി രാവിലെയും 30 മില്ലി വൈകുന്നേരം കഴിക്കൽ കൊണ്ട് കിട്ടുന്നുണ്ട്. അഥവാ 5000 മുതൽ 7000-ഓളം ഒറാക്കി വാല്യൂ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ മാർക്കറ്റിലേക്ക് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഈ പ്രൊഡക്റ്റിന് ആവശ്യക്കാർ ഉണ്ടോ ഇല്ലയോ? നമ്മൾ എല്ലാവരും ഇതിനാവശ്യക്കാരാണ്. നമ്മൾ മാർക്കറ്റിൽ കാണുന്ന മുഴുവൻ ആളുകളും ഇതിനാവശ്യക്കാരാണ്. പക്ഷെ അവരെ അത്യാവശ്യക്കാരാക്കി മാറ്റിയെടുക്കുന്ന ഒരു പണിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നാം ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, നമ്മൾ നോക്കുക, ഇത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു സിസ്റ്റം ആയിരിക്കാം. ഏതൊരു ബിസിനസ്സിനും അതിന്റെ വിപണന രീതിയുണ്ട്. ഇവിടുത്തെ ഒരു വിപണന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ടു 2 ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റവും കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും. എന്നാൽ നമ്മളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. അഥവാ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ട് ആ പരസ്യക്കാരുടെ
പണി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരുമാനമായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കമ്പനി ഇതുപോലത്തെ ഈ ഒരു മേഖലയെ ഇത്രയും അമേസിംഗ് റിസൾട്ട് ഉള്ള ഈ പ്രൊഡക്റ്റ് നമ്മിലേക്ക് ഏൽപ്പിച്ചു? മൈ ഫ്രണ്ട്സ്, ഇത് നമ്മളിലേക്ക് ഏൽപ്പിക്കാനുള്ള കാരണം ആളോഹരി വിപണിയിൽ ഫണ്ട് ഇറങ്ങാൻ വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കാം? ഒരു പരസ്യത്തിലൂടെ, നല്ലൊരു സെലിബ്രിറ്റിയെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിച്ചുകൊണ്ട് കമ്പനിക്ക് ഈ പ്രൊഡക്റ്റുകൾ ചുടപ്പം പോലെ വിറ്റഴിക്കപ്പെടാം. പക്ഷെ കമ്പനി ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ആക്കണം എന്നുള്ള ഉദ്ദേശപ്രകാരം, അഥവാ ആളോഹരി വിപണിയിൽ ഫണ്ട് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെ ആയിട്ട് നമ്മുടെ മാർക്കറ്റ്, ഈ ഇൻഡസ് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു മാർക്കറ്റ് രീതി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ലോക രാജ്യങ്ങൾ, ഡെവലപ്പായ രാജ്യങ്ങൾ മുഴുവനും ഡെവലപ്പ് ആയത് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ മാത്രമാണ്. ഡൊണാൾഡ് ട്രംപ്, നമ്മൾ നേരത്തെ ആ പ്ലാനിൽ പ്രൊജക്റ്റിൽ കേട്ടിട്ടുണ്ട്, അവർ ഓൾറെഡി ഡയറക്റ്റ് സെല്ലിംഗ് 2ഓളം കമ്പനികൾ ഓൾറെഡി റൺ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അവരൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല. അതേ മേഖലയുടെ ഒരു പാർട്ടാവാനാണ് ഒരു ബന്ധുവോ സുഹൃത്തോ ഈ ഒരു അവസരത്തിലേക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മെ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മളുടെ സമയം ഒരു അല്പമെങ്കിലും, ഒരു 3 മണിക്കൂറെങ്കിലും ഒരു ദിവസത്തിൽ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ മാറ്റിവെക്കാൻ റെഡിയുണ്ട് എങ്കിൽ, പ്രവാസം നിർത്തിയിട്ട് വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ബാക്കപ്പോട് കൂടെ, സമാധാനത്തോടു കൂടെ പ്രവാസം നിർത്തിയിട്ട് നമുക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുമെന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ പ്രാർത്ഥന കിട്ടുകയും ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം കൊടുക്കാൻ നാം ഒരു നിമിത്തമാകുകയും ചെയ്യുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും സുഖമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇനി ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാനില്ല. ഒരു ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ സഹായത്തോടു കൂടെ ദൈവം നിമിത്തമായിട്ട് ഒരു അവസരം നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇതിന് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ആരാണോ നിങ്ങളെ ഈ ഒരു അവസരത്തിലേക്ക് എത്തിച്ചത് അവരോട് നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും തീർത്ത്, കൂടുതലായിട്ട് വല്ലതും അറിയാനുണ്ടെങ്കിൽ അവരെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെയോ മറ്റോ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് ഈ ഒരു അവസരത്തിന്റെ പാർട്ടായി കഴിഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതം ഈ ഒരു മേഖലയിൽ ഒരു ഒരു സംരംഭകത്വത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിന് മുഴുവൻ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു പാർട്ട് ഞാൻ ഇവിടെ അവസാനിക്കുന്നു. ബ്യൂട്ടിഫുൾ എംസിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു അബ്ദുൾ റസാഖർ. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച പോലെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കൃത്യമായിട്ടുള്ള ഈ ബിസിനസ് പ്ലാൻ എന്തിന് ചെയ്യണം, ഈ ബിസിനസ് എന്തിന് ചെയ്യണം, എന്റെ ജീവിതത്തിൽ ഈ ബിസിനസിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്ലോസിംഗ് സെക്ഷനിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാ സംശയങ്ങളും കൃത്യമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നല്ലൊരു ഹാർട്ട് സിമ്പിൾ ലൈക്കൊക്കെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് നൽകാം. ഓക്കെ, താങ്ക് യു അബ്ദുൾ റസാഖ് സാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ പ്ലാൻ കൃത്യമായിട്ട് കേട്ടു. ആ പ്ലാനിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ എന്ത് ചെയ്തു, ക്ലോസിംഗ് സ്പീച്ചിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അവർ നിങ്ങൾ കൃത്യമായിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയോ എന്ത് ചെയ്യുക, നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പ്രൊജക്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ റൂബി എക്സിക്യൂട്ടീവ് അബ്ദുൾ റസാഖ് സാറിനും, അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലോസിംഗ് സെക്ഷൻ അതിമനോഹരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ പേൾ എക്സിക്യൂട്ടീവ് ലീഡർ അബ്ദുൾ റസാഖ് സാറിനും നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയതിൽ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയില്ല നിങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തായിട്ട് അറിയിക്കുകയാണ്. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് വാ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.